കലവൂർ സുഭദ്ര കൊലക്കേസ് പ്രതികളെ കർണാടകയിലെ ഉടുപ്പിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതികൾ സ്വർണം പണയം വെച്ച കടകളിലും ഒളിവിൽ താമസിച്ച വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സുഭദ്രയെ കൊലപ്പെടുത്തിയ ശേഷം കവർന്ന ആഭരണങ്ങൾ പണയം വെച്ച കടകളിലാണ് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കൃത്യം നടത്തിയതിനു ശേഷം പ്രതികൾ ഒളിവിൽ പോയ ഷർമിളയുടെ സുഹൃത്തിന്റെ വീട്ടിലും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കലവൂരിലെ ദമ്പതികൾ താമസിച്ചിരുന്ന കൃത്യം നടത്തിയ വീട്ടിലും തെളിവെടുപ്പ് നടന്നിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയോടെയാണ് അന്വേഷണ സംഘം ഉടുപ്പിയിലേക്ക് തിരിച്ചത്. യാത്ര റോഡ് മാർഗമായതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് അന്വേഷണ സംഘം ഉടുപ്പിയിലെത്തിയത്. തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതികളുമായി അന്വേഷണ സംഘം കേരളത്തിലേക്ക് മടങ്ങും. 8 ദിവസത്തേക്കാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കേസിലെ 3ാം പ്രതി റൈനോൾഡ് റിമാൻഡിലാണ്. 1ഉം 2ഉം പ്രതികളുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും റൈനോൾഡിനെ കസ്റ്റഡിയിൽ വാങ്ങുക. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പടക്കമുള്ള മറ്റു നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. റിപ്പോർട്ടർ ആലപ്പുഴ.